Where are we going, Sid? To the mall. To the mall? Yeah. Hello guys, welcome back to my channel. ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ വീക്കെൻഡ് ആയിട്ട് ഇന്ന് കുറച്ച് തണുപ്പ് കുറവുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്ത് പോവാം. പിള്ളേർക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങണം. ഇവരിപ്പോൾ പെട്ടെന്ന് വളരുന്ന സ്റ്റേജ് ആയതുകൊണ്ട് ഇവർക്കൊരു 3 to 6 months ഇടയിൽ എപ്പോഴും ഡ്രസ്സ് വാങ്ങേണ്ടി വരാറുണ്ട്. മാത്രമല്ല നെക്സ്റ്റ് വീക്ക് ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ കൈൻഡ് ഓഫ് വീക്കാണ്. അപ്പോൾ എപ്പോഴും സെയിലൊക്കെ കാണും. അടുത്ത ആഴ്ച പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. സമാധാനമായിട്ടൊന്നും നോക്കാൻ പറ്റില്ല. ഇവരെയും കൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റിയൊക്കെ ട്രൈ ചെയ്തൊക്കെ നോക്കണമെങ്കിൽ ഇരട്ടി പണിയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞായറാഴ്ചയായിട്ട് ഇന്ന് പോയി പിള്ളേർക്ക് ഡ്രസ്സൊക്കെ എടുക്കാം. മെയിനായിട്ട് പാൻസും സോക്സും ഇവിടെ ഒരുപാട് അനാഥമായ സോക്സുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പുതിയ പെയർ ഓഫ് സോക്സുകളൊക്കെ പിള്ളേർക്ക് വാങ്ങാം. ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് സാധാരണ പോലത്തെ മോളല്ല, ഔട്ട്ലെറ്റ് മോൾസ് എന്ന് പറയും. അവിടെ ഒരുവിധം എല്ലാ നല്ല ബ്രാൻഡ്സും പ്രീമിയം ബ്രാൻഡ്സും ഉണ്ട്. അപ്പോൾ പക്ഷെ അതിൻ്റെ തന്നെ ഔട്ട്ലെറ്റാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് മോർ ചീപ്പർ ദാൻ ദി റെഗുലർ സ്റ്റോർ. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു 20 to 30 minutes പോയി കഴിഞ്ഞാൽ ഈ ചെക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല താഴെ തറയിൽ ഇല വീണ് കിടക്കുന്നുണ്ട്. അവൻ അതിൻ്റെ അകത്ത് ചവിട്ടി കളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊരു 20-30 minutes പോയി കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമാണ്. പിന്നെ തണുപ്പിൻ്റെ കാര്യം പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോർ മോളല്ല അതിങ്ങനെ സ്ട്രിപ്പ് പോലെ ഇങ്ങനെ അടുപ്പിച്ചുള്ള കടകളാണ്. അപ്പോൾ നമ്മൾ പുറത്തു കൂടിയാണ് ഇങ്ങനെ അതിൻ്റെ വരാന്തയിൽ കൂടി നടന്നു പോകുന്നത്. ഇപ്പോൾ ഭയങ്കര കാറ്റും തണുപ്പുമാണെങ്കിൽ പിള്ളേരെ കൊണ്ടൊക്കെ പോകാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. സോ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുട്ടി ബ്ലോഗ് എടുക്കാം. പിന്നെ എന്തെങ്കിലും നല്ല സെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷോപ്പ് ചെയ്യാം. ഏട്ടന് ഷോപ്പിംഗ് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. സാധാരണ ഞാൻ ഒറ്റയ്ക്ക് പോയി എടുക്കും, അല്ലെങ്കിൽ മോളിലൊക്കെ പോയാൽ ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് വഴി കൂടിയൊക്കെ പോകും. പിന്നെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് കൂടെ വരുന്നത്. കാരണം ഏട്ടന് ഭയങ്കര ബോറടിയാണ് ഈ ഷോപ്പിംഗ് പരിപാടി. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ തിരിച്ച് വരണ സമയമുണ്ടെങ്കിൽ പെറ്റ് സ്റ്റോറിൽ കയറണം. എൻ്റെ ഒരു മീൻ ഇന്നലെ ചത്തുപോയി. അപ്പോൾ അതിന് വേറൊരു 2-3 ഉണ്ട്. അപ്പോൾ അതിന് കൂട്ടായിട്ട് ഒരു മീനും കൂടി വാങ്ങണം. പക്ഷെ അതിന് ഉറപ്പൊന്നുമില്ല. ഭയങ്കര കളിയാണ്. എടാ മിയയുടെ ഇത് കാണിച്ചാ വാ നോക്കട്ടെ. ഇതെന്താണ് കണ്ണിലൊട്ടിച്ച് വെച്ചേക്കണത്? ടൈലർ സ്വിഫ്റ്റ് കോൺസെർട്ടിനോടെല്ലാം ഷോപ്പിംഗ് പോകുന്നത്. ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മിയ കണ്ണിൻ്റെ സൈഡിലൊക്കെ ഒരു ഗോൾഡ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പുതിയ ഫാഷൻ ഏട്ടാ. വാ പോവാം. The good mushrooms we only buy from the supermarket. Come here. More mushrooms. Maybe they're fairy houses. ഫെയറി ഹൗസസാ? ശരി വാ നമുക്ക് ഇറങ്ങാം മക്കളെ. വാ നമുക്ക് പോയിട്ട് വരാം. Okay. നമ്മള് മാച്ചിങ് ആണല്ലോ ഇന്ന്. ബ്രൗണും ഈ ബ്രൗൺ ഇടുന്ന ദിവസമാണ് മാച്ചിങ് ആവണത്. അന്ന് നമ്മള് മറ്റേ മൂവി നൈറ്റിന്റെ അന്ന് മാച്ചിങ് ആയിരുന്നു. അത് ഞാനും ഇതല്ലായിരുന്നു, വേറൊരു ഡ്രസ്സായിരുന്നു. ഞാനിത് കൈ കിട്ടത് എടുത്തിട്ടതാണ്. ശരി വാ. ഇതൊക്കെയാണെന്ന് വാങ്ങിക്കാനുള്ളത് പിള്ളേർക്കുള്ള സാധനങ്ങള്. പിന്നെ എന്താണ് പറ്റിയ എനിക്കൊരു ജിം ബാഗ് വാങ്ങണം. പിന്നെന്താണ് പിന്നെ ഇങ്ങനെ ഏട്ടന് ഇഷ്ടമുള്ള എന്താണൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. നോക്കാം, സെയില് നോക്കിയിട്ട് അങ്ങനെ സ്പെസിഫിക് ആയിട്ട്. സിദ്ധുവിന് പാന്റ് കുറവാണ്, പൈജാമ അവന് വാങ്ങണം. അല്ലേ? പൈജാമ ഇല്ല അവന്റെ ഉള്ള കൊല്ലം ലെങ്ത് കുറഞ്ഞു. അത് കാരണം അവന് ഭയങ്കര ഇറിറ്റേഷനാണ് കാണുന്നത്. അമ്മയ്ക്ക് കോഫി വാങ്ങാൻ പോകണം നമ്മള്. ബിഗ് ബോസ് എവിടെ നോക്കിയാലും ക്യാമറ ഇല്ല, ഒരു ക്യാമറ കൊണ്ട് ഇങ്ങനെ എവിടെയൊക്കെ എത്തിക്കാന്നുള്ളത്. 3 roll 25. നമ്മള് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? എന്താടാ For 2 minutes, Mia. So we're just waiting for Sidhu to wake up. ഇറങ്ങേട്ടാ, ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടല്ലേ. കറക്റ്റ് എത്തിയപ്പോ മഴ പൊടിഞ്ഞു. പക്ഷെ ഭീകരല്ല. ചിലപ്പോ വെതർ നോക്കിയേ, വെതർ നോക്കിയേ 50 degrees മഴയുണ്ട്. മഴ ഉണ്ടോ? 5 മണി വരെ ചെറിയ മഴ. ചെറിയ മഴയാണ്, ഞാൻ കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് ഇരിക്കാം.
5 മിനിറ്റ് സമാധാനമായിട്ട് 5 Calm മിനിറ്റ് before the storm. വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോ എടുക്കല് കുറവല്ലേ. ഇവിടെ സ്ഥിരം കഴിഞ്ഞങ്ങനെ ഉറക്കമായിരുന്നു. ഓർമ്മയുണ്ടോ? ഉറക്കം എണീക്കാൻ ഭ്രാന്തായിരുന്നു. ഇത് ഇഷ്ടപ്പെട്ട അച്ഛാ ഏതാ അമേരിക്കയുടെ ഫ്ലാഗ് ഉള്ള എണ്ണ അത് കൊള്ളാം, അതെടുത്ത് ഒരെണ്ണം. എക്സ്ട്രാ ലാർജ് നോക്കട്ടെ. 1 മിനിറ്റ്. ഇത് കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് ആയിരിക്കും. ഇത് കറക്റ്റാണ്. ഇതാണ് ഫ്രണ്ട് അല്ലേ? അത് കൊള്ളാം, രസമുണ്ട്. ഇത് അടിപൊളിയല്ലേ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാ ഇതിന് 45. അപ്പൊ പകുതി 22. ഇത് കൊള്ളാം. Acha's going to try the t-shirts. What is this? Acha, do you know what this? Under Armour. ഇപ്പൊ ഇങ്ങനത്തെ വൈഡ് ആയിട്ടുള്ളതാണല്ലോ ഫിറ്റിങ്. അപ്പൊ ഞങ്ങൾ 2 എണ്ണം എടുത്തതിൽ ഒരെണ്ണം ക്യാൻസൽ. ഒരു ടീഷർട്ടേ നല്ലതുള്ളൂ. കൊള്ളാം. It has like a leg shape. ഇതൊക്കെ ഏട്ടാ വീണോവല്ലേ. താ താങ്ക് യു. ഏട്ടൻ അവിടെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിദ്ധുക്കുട്ടൻ അവിടെ കളിച്ച് ബഹളം വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം അവർക്ക് വേണ്ടിയിട്ട്. അല്ലേ അല്ലേ സിദ്ധു എന്താ സിദ്ധുവിൻ്റെ കാർ എവിടെ? കാറ് കാണിച്ചു കൊടുക്ക്. ഈ കാറ് വെച്ച് എന്താ ചെയ്യണേ? വിചാരിച്ച അത്ര കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞങ്ങളപ്പോൾ കുറച്ച് ടീഷർട്ട്സും പിന്നെ മിയയ്ക്കൊരു ലെഗിങ്സും വാങ്ങിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ട കളറിൻ്റെ ഒന്നും അവളുടെ സൈസ് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് നടക്കുകയാണ് അവർ വന്നു കഴിഞ്ഞാൽ. ചേട്ടാ അവന് ടെൻഷൻ, ഏട്ടാ വാങ്ങോ ഇല്ലേ അതാണ് എൻ്റെ കൂടെ പുറത്തോട്ട് വരാൻ ഒരു മടി. What are you guys doing? You're trying to play with soda? കോമഡി വാങ്ങിക്കായിരുന്നു. ക്രിസ്മസിൻ്റെ അല്ലേ? ലോകത്തോട്ട് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ട്രൈ ചെയ്യുന്നത്. That's mine. കൊടുക്ക് മീയെ കൊടുക്ക്. ഷോപ്പിംഗ് ചെയ്ത് തളർന്ന എന്ത് പറയാനാ? ഒന്നും നോക്കാൻ പറ്റുന്നില്ല. അതാണ് സത്യം. അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ട് ഷോപ്പിംഗ് തന്നെ ഒന്നാമത് ബാഡ് മൂഡായിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ തവണ ഇതേപോലെ അബദ്ധത്തിന് അണിയിച്ചിട്ട് പിന്നെ ഒരു മൂഡ് കാണത്തില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ഇന്ന് സ്ട്രോളറും ഉണ്ടായിരുന്നില്ല. ഇവന്റെ മൂഡ് പിന്നെ ഒന്ന് ശരിയായി വരാൻ തന്നെ 1 മണിക്കൂർ എടുക്കും. അപ്പോഴത്തേക്ക് മനുഷ്യന് എനർജി കിട്ടും. ഫെയിൽഡ് ഷോപ്പിംഗ് ഭാരത. ഓൺലൈൻ വാങ്ങണേ നല്ലത്. ഓൺലൈൻ വാങ്ങാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം. ഞങ്ങളങ്ങനെ പുറത്തൊക്കെ പോയി തിരിച്ചെത്തി. അത് ഞാൻ വിചാരിച്ചിരുന്നത് ഈ വീഡിയോ ഇടണ്ട, കാരണം നമ്മൾ വിചാരിച്ച കാര്യമൊന്നും നടന്നില്ല. പിന്നെ ഞാൻ അവിടുത്തെ മോളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചുറ്റി കറങ്ങിയിട്ട്, അതൊന്നും നടന്നില്ല. പ്ലസ് പിന്നെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച് പോയ സംഭവങ്ങളും നടന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ആകെ ഒരു അപാരതയായിരുന്നു. നമ്മൾ അത്രയും സമയം സ്പെൻഡ് ചെയ്ത് അവിടെ പോയിട്ട് എന്താ പറയുക, വീഡിയോയിൽ കണ്ടൻ്റ് ഒന്നും ഇല്ല. പിന്നെ ഞാൻ എന്തിനാ ഇടുന്നതെന്ന് വിചാരിച്ചു. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോണ വഴിക്ക് 2 പേരും ഉറങ്ങി. 2 പേരും അല്ല, പോണ വഴിക്ക് സിദ്ധു ഉറങ്ങി.
സിദ്ധു ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ അവനെ ഏട്ടൻ എടുക്കണം. ഞങ്ങൾ സ്ട്രോളർ എടുക്കാൻ മറന്നുപോയി. പക്ഷേ ഇപ്പം ഈയിടെയായിട്ട് ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ അധികം അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവനെ എടുത്തുകൊണ്ട് നടന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. കാരണം ഇപ്പോൾ കൊച്ചു വാവയൊന്നും അല്ലല്ലോ, അവൻ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അവന്. പിന്നെ അവനെ തറയിലെത്തി നടത്തി തുടങ്ങി കഴിഞ്ഞപ്പോൾ മിയ മൂഡ് ഓഫായി. അവൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. ഷി വാസ് ഹാവിങ് ഹെർ ബിഗ് ഫീലിങ്സ് ആൻഡ് ഓൾ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് അവൾ ഏട്ടൻ്റെ കൈ പിടിച്ച് മാത്രമേ നടക്കുള്ളൂ. കാരണം അവൾ അപ്സെറ്റ് ആയി കഴിഞ്ഞാൽ കൂടുതൽ ഏട്ടൻ്റെ അടുത്താണ് പോകുന്നത്. അച്ഛൻ്റെ മോളാണ്. അപ്പോൾ ഏട്ടൻ്റെ കൈ പിടിച്ച് നടക്കുള്ളൂ. അപ്പോൾ അവന് ദേഷ്യം വരും. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ്. അവൾക്ക് ബോറടിക്കുന്നു. അതായത് നമുക്ക് ബേസിക്കലി ഒന്നും, അതായത് ഒരു ഡ്രസ്സ് പോലും എടുത്ത് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യത്തെ കടയിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാലേ ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ പിണങ്ങി നിൽക്കും. ഒന്നാമത് ഇപ്പോൾ കുറച്ച് തിരക്കുള്ള ഒരു സമയമായിരുന്നു. കാരണം അടുത്ത ആഴ്ച താങ്ക്സ് ഗിവിങ് ആയതുകൊണ്ടൊക്കെ ഒരുപാട് ഡീൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ കൂടിയൊക്കെ പിണങ്ങി നിൽക്കുമ്പോൾ അവർക്ക് നടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഭയങ്കരമായിട്ടും ചെറുപ്പമായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി അടുത്ത കടയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ രണ്ടാളും, ഒരാൾ കരച്ചിലോട് നിർത്തുമ്പോൾ അടുത്ത ആൾ കരച്ചിലൊടുങ്ങും, അടുത്ത ആൾ കരച്ചിലെടുക്കുമ്പോൾ അവസാനം ഞങ്ങൾ കരയുന്ന അവസ്ഥയായി. കരയുന്ന അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി സ്ട്രെസ്ഫുൾ ആൻഡ് ഫ്രസ്ട്രേറ്റിംഗ്. കാരണം നമ്മളൊരു ഔട്ട് സൈഡിൽ നിൽക്കുമ്പോൾ നമുക്ക് അവരെ കൂടുതൽ പറഞ്ഞ് സമാധാനിപ്പിക്കാനല്ലേ പറ്റുള്ളൂ. ആദ്യം ഞാൻ വിചാരിച്ചത് വീട്ടിൽ ഇടണ്ടെന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ. കാരണം എപ്പോഴും ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ വി ആർ ഗോയിങ് ഔട്ട് സൈഡ്, വി ആർ ഹാവിങ് ഫൺ. നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നു, നമ്മൾ നല്ല റെസ്റ്റോറൻറ്റിൽ പോകുന്നു. അപ്പോൾ എപ്പോഴും എല്ലാവരുടെ വിചാരം യു ആർ എന്താണ് ടോപ്പ് മൊമെൻറ്റ്സ് അങ്ങനെയാണ്. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ഞാൻ വിചാരിച്ചു, ഏട്ടാ ഈ വ്ളോഗിന് ഇനി എടുക്കണോ, ഇത് വേസ്റ്റ് അല്ലേ? ഏട്ടൻ പറയും സാരമില്ല, നീ ഇട്, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ജീവിതം. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കില്ല. എപ്പോഴും നമുക്ക് എല്ലാ നല്ല കാര്യങ്ങളും മാത്രം കാണിക്കാൻ പറ്റില്ലല്ലോ. വി ആർ ഓൾസോ ഗോയിങ് അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെസ്. ആസ് പേരൻസ് നിങ്ങൾ പുറത്ത് ജീവിക്കുന്നവർക്കൊക്കെ കുറേ യു ഹാവ് ടു ഡീൽ വിത്ത് ദിസ് വെൻ യു ഡോണ്ട് ഹാവ് നമ്മുടെ പേരൻസോ ആരും ഇല്ലാത്തപ്പം ഉപ്പുമായിട്ട് കർപ്പൂരം വാങ്ങാൻ വരെ പിള്ളേരെയും കൊണ്ടാണ് നമ്മൾ പുറത്ത് പോകുന്നത്. അല്ലെങ്കിൽ അവരില്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിൽ വല്ലതും ഒക്കെ ആയിട്ട് പോയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഒരാൾ ഫുൾ ടൈം പിള്ളേരെ നോക്കും, മറ്റാൾ പോയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പുറത്ത് വരുന്നപ്പോൾ പിള്ളേർക്കും കൂടി വാങ്ങാനുള്ളതുകൊണ്ട് അവരെയും കൊണ്ട് പോയാലല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഇട്ട് നോക്കാനും. അപ്പോൾ അതൊന്നും നടന്നില്ല. ഇവരുടെ കരച്ചിലും ബഹളവും എല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളാകെ ഡൗണായി. പിന്നെ പ്ലാൻ ക്യാൻസൽ ചെയ്ത്, ശരി ഇനി കൂടുതൽ ഇവിടെ നടന്നിട്ട് കാര്യമില്ല, വീട്ടിലോട്ട് വരാം എന്നുള്ള ഡിസിഷനിൽ എത്തിയിട്ട് ഞങ്ങളൊരു 4:30 ആയപ്പോൾ തന്നെ തിരിച്ചു. ഇരുട്ടായി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. തിരിച്ചു. വണ്ടിയിൽ വെച്ചും രണ്ടുപേരും ഭയങ്കര ബഹളമായിരുന്നു. നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളാവും ഇവരുടെ കരച്ചിലും. അതൊരു ഹ്യൂമൻ നേച്ചറാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങൾ കരഞ്ഞ പേരൻസ് കെയർ ചെയ്യണം എന്നുള്ള ഹോർമോൺസുകൾ നമ്മളെ കൊണ്ട് ട്രിഗർ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട്. അപ്പം ഇങ്ങനെ അങ്ങനത്തെ ഒരു വല്ലാത്ത ദിവസമായിരുന്നു. എന്താ പറയുക, ഇപ്പം നമ്മളെല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ നടക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. സോ ആൻഡ് ഇറ്റ്സ് ഓക്കെ. ലൈക്ക് അവരുടെ ആവശ്യങ്ങൾ അഡ്രസ്സ് ചെയ്തു. ഇനിയിപ്പം ഞങ്ങൾ ഒന്ന് കൂൾ ഡൗൺ ആവും രാത്രിയാകുമ്പോഴേക്കും. അപ്പം നിങ്ങളിൽ പലരെയും പോലെയൊക്കെ തന്നെ ഞങ്ങളും പല ദിവസങ്ങളിലും ഇവിടെ പ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. പിന്നെ എന്താ പറയുക, ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ജസ്റ്റ് മൂവ് ഓൺ. അങ്ങനെ അപ്പം അങ്ങനെയായിരുന്നു ഇന്നത്തെ വൈകുന്നേരം. പിന്നെ ഞാൻ വന്ന് കുറച്ച് പരിപ്പ് കറി ചോറൊക്കെ വെച്ചു. ഇനി നാളത്തേക്ക് വേണ്ടിയിട്ട്. നാളെ മൺഡേ ആയതുകൊണ്ട് അങ്ങനെ പോയി. ഇനി ഇവരെ കൂട്ടാണ്ട് വേറൊരു ദിവസം പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവരെ കൂട്ടാണ്ട് വേറൊരു ദിവസം പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സമയമൊന്നുമില്ല. അപ്പം മിക്കവാറും ഞാൻ ഇവർക്ക് വേണ്ട സാധനങ്ങൾ ഇനി ഓൺലൈനിൽ തന്നെ ഓർഡർ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് പാകമല്ലെങ്കിൽ അങ്ങനെ ഇനി നടക്കുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഇനി എനിക്ക് സ്ട്രെസ് എടുക്കാൻ വേണ്ടി വയ്യ. ഇന്ന് ഭയങ്കര കയോട്ടിക് ആയിരുന്നു. കുറച്ച് കാലമായിട്ട് വലിയ തിരക്കില്ലാണ്ട് പോവുകയാണ്. ഈ പറഞ്ഞ പോലെ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും ഒരു ദിവസം വീണ്ടും ഭയങ്കര ടാൻട്രംസും ഇതൊക്കെ വരുന്നത്. ഇവരൊക്കെ ബേബി ആയിരുന്നപ്പോൾ വിചാരിച്ചു ഉറക്കം അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റേജിൽ വരുമ്പോൾ ഭയങ്കര ടാൻട്രംസ് ഉണ്ടാവും. എനിക്ക് ഒരു 5-6 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും, പറഞ്ഞാലൊക്കെ കേൾക്കും. പിന്നെ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അവരുടേതായ ഐഡൻറ്റിറ്റിയും റെബൽനെസ്സും അതൊക്കെ ഈ പറഞ്ഞ പോലെ. അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. സോ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റി, ഞങ്ങളും ഇതൊക്കെ അനുഭവിക്കുന്ന ആളാണെന്നൊരു ആശ്വാസം കിട്ടുമെങ്കിൽ. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ സഫർ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഓവർ. എൻ്റെ ബോസ് എപ്പോഴും പറയും ഇവർ വലുതായി കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ ഇപ്പോഴൊക്കെ ചെറിയ ചെറിയ മിഠായിക്ക് വേണ്ടിയിട്ടും കാർട്ടൂൺ കാണാൻ വേണ്ടിയിട്ടുള്ള വാശികളാണ്. വലുതായി കഴിഞ്ഞാൽ അതിലും മേലെയാണ് വരാൻ പോണത്. പിന്നെ ആസ് ലൈഫ് ഗോസ് അപ്പോഴത്തെ നമുക്കപ്പോൾ ഫേസ് ചെയ്യാം.
അപ്പോൾ ഞാൻ ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നൊന്നുമില്ല. ഗുഡ് നൈറ്റ് എവറി വൺ ആൻഡ് ബൈ ബൈ.